എല്ലാ കൊച്ചു കൂട്ടുകാർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ പാഠഭാഗമാണ്. കിളി അയാളോട് സംസാരിക്കുന്നു. ആശയവിനിമയ സാധ്യത വിപുലപ്പെടുത്താൻ സഹായിക്കുന്ന സൈബർ ലോകത്തെ ഉപയോഗപ്പെടുത്തി മാത്രമേ മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് പോകാനാവൂ. ഇതിനെ വിവേകപൂർവ്വം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഈ ചിന്താധാരയിലൂടെയാണ് പാഠഭാഗത്തേക്ക് നാം പ്രവേശിക്കുന്നത്. കിളി അയാളോട് സംസാരിക്കുന്നു എന്ന മിനി കഥ ഒരു ചെറിയ കഥയാണ്. വ്യത്യസ്തമായ ഒരു കഥാനുഭവം നമുക്ക് പകർന്നു തരുന്നു. വീട്ടിൽ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നിട്ടും ഏകാന്തത അനുഭവിക്കുന്ന ഒരാളാണ് ഇതിലെ മുഖ്യ കഥാപാത്രം. വീട്ടിലുള്ളവർ ടെലിവിഷനിലും കമ്പ്യൂട്ടറിലും മൊബൈലിലും മുഴുകിയിരിക്കുമ്പോൾ ഗൃഹനാഥനായ അയാൾക്ക് പ്രകൃതി കൂട്ടാകുന്നു. അയാൾക്ക് മേൽപ്പറഞ്ഞ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുമായി ഒരു ബന്ധവുമില്ല. ഒരുപക്ഷെ ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം. PK പാറക്കടവ് എഴുതിയ ഈ കഥാഭാഗം അതിൻ്റെ വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും ആശയതലത്തിൽ അത് വിപുലമാണ്. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. അയാളുടെ വീട്ടിലെ മറ്റു 3 പേരും വ്യത്യസ്തമായ 3 ലോകങ്ങളിൽ മുഴുകിയിരിക്കുന്നവരാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ കാലഘട്ടത്തിൽ ടെലിവിഷനും കമ്പ്യൂട്ടറും മൊബൈലും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം അസാധ്യമായിരിക്കുകയാണ്, അല്ലേ? പക്ഷേ കുട്ടികളായ നിങ്ങൾ മാത്രമല്ല, മുതിർന്നവരും ഇവയെല്ലാം വിവേകപൂർവ്വം ഉപയോഗിക്കണമെന്നുള്ള സന്ദേശമാണ് ഈ പാഠം നമുക്ക് പകർന്നു തരുന്നത്. പാഠഭാഗം ഒന്ന് കേട്ടാലോ? സന്ധ്യയ്ക്ക് വീട്ടിൽ കയറി ചെന്നതായിരുന്നു അയാൾ. ഭാര്യ ഏതോ ചാനലിലായിരുന്നു. TV ഭാര്യയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. മോൻ കമ്പ്യൂട്ടറിലായിരുന്നു. ഇമെയിലുകൾ തുടരെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു. മോൾ മൊബൈൽ ഫോണിലാണ്. മോളോട് മൊബൈൽ നിർത്താതെ ചിലച്ചുകൊണ്ടേയിരുന്നു. അയാൾക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങി ആകാശം നോക്കി. ആകാശത്തിൻ്റെ അനന്തതയിലെവിടെയോ ഒരു കിളി ചിറകടിച്ചു പറക്കുന്നു. കിളി അയാളെ നോക്കി. കിളിയുടെ ഭാഷ അയാൾക്ക് മനസ്സിലായി. അയാൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് തോന്നി. പാഠഭാഗം കേട്ടല്ലോ. ആരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ? അച്ഛൻ, അമ്മ, മകൻ, മകൾ എന്നിവരടങ്ങിയ ഒരു കുടുംബം, അല്ലേ? കഥാനായകനായ അയാൾ വീട്ടിലെത്തുമ്പോൾ ഇവരെല്ലാം എന്ത് ചെയ്യുകയായിരുന്നു? ഭാര്യ ടെലിവിഷന് മുന്നിൽ, മകൻ കമ്പ്യൂട്ടറിൽ ഇമെയിലുകൾ അയക്കുന്നു, മകൾ മൊബൈൽ ഫോണിൽ, അല്ലേ, അതിൽ മുഴുകിയിരിക്കുകയാണ്. ശരിയല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ? അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇപ്രകാരമാണോ എല്ലാവരുടെയും പെരുമാറ്റ രീതികൾ? ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ അച്ഛൻ്റെ പ്രതികരണം എന്തായിരിക്കും? അതും കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ടെലിവിഷനും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. പക്ഷേ ഇതിൻ്റെ ഉപയോഗക്രമത്തിൽ നമ്മൾ ഒരു നിയന്ത്രണം വരുത്തേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. നമ്മൾ പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് മനുഷ്യൻ. അപ്പോൾ പ്രകൃതിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനും ആവില്ല. മുഴുവൻ സമയം ഇതിൽ മുഴുകിയിരുന്നാൽ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ, പ്രകൃതിയിലെ മനോഹരമായ ദൃശ്യങ്ങൾ, എത്രയോ പക്ഷികൾ, പൂക്കൾ, പൂമ്പാറ്റകൾ, എത്ര സുന്ദരമാണ് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി. അപ്പോൾ അതൊക്കെ നിരീക്ഷിക്കേണ്ടതും അതിനെയൊക്കെ പരിപാലിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഭാവി തലമുറയെ പടുത്തുയർത്തേണ്ട നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മേൽപ്പറഞ്ഞ 3 കാര്യങ്ങളും, അതായത് ടെലിവിഷൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും ഉപയോഗക്രമം എന്താണ്? നിയന്ത്രണം വരുത്തുക. അത് അത്യാവശ്യം തന്നെയാണ്. എന്താ, നിങ്ങളങ്ങനെ ചെയ്യില്ലേ? കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്തിന് ശേഷം കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ കഥ നിങ്ങൾ കണ്ടല്ലോ, ആമസോൺ. അതൊന്ന് കേട്ടാലോ? ഒരു ചായ കിട്ടുമോ എന്നറിയാൻ പതുക്കെ അടുക്കളയിലേക്ക് കയറിയതാണ്. ഫ്രിഡ്ജിന് മുകളിലെ കൊച്ചു TV പെട്ടിയുടെ മുന്നിൽ പ്രിയപ്പെട്ട ആരോ മരിച്ച വേവലാതിയോടെ നിൽക്കുകയാണ് അന്നമ്മ. ജോപ്പൻ മോണിറ്ററിലേക്ക് നോക്കി. തീ ആളിക്കത്തുകയാണ്. എന്നതാടി പറ്റിയേ? കരച്ചിലിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് അന്നമ്മ പറഞ്ഞു. ആമസോൺ കാർഡ് കത്തുകയാണ്. 14 ദിവസമായി. ജോപ്പൻ അന്നാമ്മയുടെ ചുമലിൽ കൈവച്ചു. അതിൽ നമുക്കെന്നതാടി? വാർത്തകളിൽ നിന്ന് ഊറിക്കിട്ടിയത് അവൾ ഉരുക്കഴിച്ചു. ഭൂമിക്ക് വേണ്ട ഓക്സിജൻ കൂടുതലും കിട്ടുന്നത് ആമസോണിൽ നിന്നാണ്.
കോടിക്കണക്കിന് ജീവജാലങ്ങളും മരങ്ങളും കത്തിച്ചാമ്പലാവുകയാണ്. ഒരു രാജ്യമല്ല, ഒരു വൻകര തന്നെ കത്തുകയാണ്. ജോപ്പൻ മൊബൈൽ തുറന്ന് ഗൂഗിൾ വഴി ആമസോണിലേക്ക് കയറി. അടുക്കളയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അന്നമ്മ അതേ സങ്കട നിൽപ്പാണ്. നീ പേടിക്കേണ്ടടി, ആമസോണിൽ 1000 ലിറ്റർ ഓക്സിജൻ ഞാൻ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ഇനിയും എത്ര വേണമെങ്കിലും കിട്ടും. വേണ്ടത്ര സ്റ്റോക്കുണ്ട്. ജോപ്പൻ ജിതകേശിയെ പോലെ ചിരിച്ചു. പക്ഷേ അന്നാമ്മയ്ക്ക് ചിരി വന്നില്ല. ഒരു അമ്മ പക്ഷിയും 3 കുഞ്ഞുങ്ങളും കത്തിക്കരിഞ്ഞു കിടക്കുന്നതായിരുന്നു സ്ക്രീനിൽ. അന്നാമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. കീഴ്ച്ചുണ്ട് വിറച്ചു. അവളുടെ കയ്യിലെ ബോണിയിലെ നിറഞ്ഞ വെള്ളവും വിറച്ചു. തീ പിടിച്ച ആമസോൺ കാടിന് നേർക്ക് ഇപ്പോൾ വെള്ളം തേയുന്ന വിധമുള്ള ആ നിൽപ്പ് കണ്ട് ജോപ്പൻ പാത്രം പിടിച്ചു വാങ്ങി ദേഷ്യപ്പെട്ടു. നിനക്ക് എന്നാ പറ്റിയടി? ഇനി നമുക്ക് പഠന പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ചർച്ച ചെയ്യാം, കണ്ടെത്താം. തുല്യമായ ഉത്തരവാദിത്തങ്ങളുള്ള കുടുംബ പരിസരത്ത് പരസ്പരം അംഗീകരിച്ചുകൊണ്ട് പെരുമാറുകയാണ് അംഗങ്ങൾ ചെയ്യേണ്ടത്. ഈ പ്രസ്താവനയെ കിളി അയാളോട് സംസാരിക്കുന്നു എന്ന മിനിക്കഥയും താഴെ കൊടുത്ത സൂചനകളും മുൻനിർത്തി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കുടുംബം എന്ന വാക്കിനർത്ഥം എന്താണ് നിങ്ങൾക്കറിയാമോ? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും ബഹുമാനവും പങ്കുവയ്ക്കലും കരുതലും ഒത്തുചേരലുകളും ചെറുപിണക്കങ്ങളുമെല്ലാം ചേർന്നതാണ് കുടുംബം. അവിടെയാണ് ബന്ധങ്ങളുടെ ഊഷ്മളത കാണാൻ കഴിയുക. അങ്ങനെ ഉത്തരവാദിത്വവും പരസ്പര ബഹുമാനവും സ്നേഹവും ഒത്തുചേരുമ്പോൾ കുടുംബ ബന്ധം ദൃഢമാകുന്നു. ഈ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഉത്തമന്മാരായ പൗരന്മാരെ, അതായത് തിരിച്ചറിവുള്ള തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥയിൽ നാം എന്താണ് കാണുന്നത്? അയാൾ ഒഴികെ മറ്റെല്ലാവരും ദൃശ്യ മാധ്യമങ്ങളുടെ മായാവലയത്തിൽ പെട്ടിരിക്കുന്ന കാഴ്ച. അയാൾ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആരും അയാളെ ശ്രദ്ധിക്കുന്നില്ല. ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളിലൊന്നും ഈ ഭാര്യയോ മക്കളൊന്നും ശ്രദ്ധാലുക്കളേ അല്ല. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ മനസ്സിലാക്കേണ്ടത്? മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ടെലിവിഷനും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ അതിലൊരു നിയന്ത്രണം നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനും ഭാവി ജീവിതത്തിന് ഗുണം ചെയ്യണമെങ്കിൽ അത് നമ്മൾ ശീലിച്ചേ പറ്റും. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ് അടുത്ത ചോദ്യം. ആധുനിക സാങ്കേതിക വിദ്യയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഈ കഥയിലെ നായകൻ. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം ചർച്ച ചെയ്ത് കുറിപ്പെഴുതുക. കഥയിലെ നായകന് സാങ്കേതിക വിദ്യയിൽ വലിയ പരിജ്ഞാനമില്ല. അതായത് അതൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല. ഭാര്യയും മക്കളുമെല്ലാം അതിൽ അറിവുള്ളവരും. പക്ഷേ ഇതൊക്കെ അറിയേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. പക്ഷേ അയാൾക്ക് അറിയുന്നില്ല എന്നതാണ് സത്യം. അത് അറിയില്ല എങ്കിലും കുടുംബനാഥൻ എന്ന നിലയിൽ അയാളെ പരിഗണിക്കേണ്ടത്, അയാളോട് സംസാരിക്കേണ്ടത്, അയാളെ ബഹുമാനിക്കേണ്ടത് ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കടമയാണ്. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിൽ മുഴുവൻ സമയം മുഴുകിയിരിക്കാതെ കുടുംബാംഗങ്ങൾ ചേർന്ന് പരസ്പരം സംസാരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു സംവാദം. മുകളിൽ തന്നിട്ടുള്ള കഥയും കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥയും താരതമ്യം ചെയ്ത് ടെലിവിഷൻ്റെയും മറ്റു മാധ്യമങ്ങളുടെയും ഗുണദോഷങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു സംവാദം സംഘടിപ്പിക്കുക. മുകളിൽ കൊടുത്തിട്ടുള്ള കഥ ഏതാണ്? ആമസോൺ. അത് നിങ്ങൾ ആദ്യം കേട്ടല്ലോ. അപ്പോൾ ഈ സംവാദത്തിൻ്റെ രത്നച്ചുരുക്കം നമുക്കിങ്ങനെ പറയാം. നമ്മുടെ ജീവിത പുരോഗതിക്ക് ഇൻ്റർനെറ്റും സാങ്കേതിക വിദ്യകളും ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, ബിസിനസ്, കണ്ടുപിടുത്തങ്ങൾ തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ സാങ്കേതിക വിദ്യകൾ അത്യന്തം പ്രയോജനപ്രദമാണ്. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും ടെലിവിഷൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും ലോകത്തിൽ മുഴുകി ജീവിച്ചാൽ നമുക്ക് തന്നെ ദോഷകരം. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ മറക്കുക മാത്രമല്ല, അതിലെത്തിച്ചേരാനുള്ള പ്രയത്നങ്ങളോ ഒന്നും നമ്മൾ ചെയ്യില്ല. അടുക്കും ചിട്ടയുമില്ലാത്ത അനാരോഗ്യകരമായ ഒരു ജീവിതക്രമത്തിന് അടിപ്പെട്ട് നമ്മുടെ ഭാവി ജീവിതം നമ്മൾ തന്നെ തകർക്കും. അതുകൊണ്ട് ഇവയ്ക്കെല്ലാം കീഴ്പ്പെടാതെ വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്നതാണ് ഈ 2 കഥയിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അടുത്ത ചോദ്യം, ഒരു ദൃശ്യവിവരണവും സംഭാഷണവും തയ്യാറാക്കുക. എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? താഴെ കൊടുത്തിരിക്കുന്ന മാതൃകയിൽ ഈ കഥയിലെ തന്നെ മറ്റൊരു ഭാഗത്തിനോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും ഒരു കഥാഭാഗത്തിനോ ദൃശ്യവിവരണവും സംഭാഷണവും തയ്യാറാക്കുക. ഇവിടെ കൊടുക്കുന്ന ദൃശ്യവിവരണവും സംഭാഷണവും നിങ്ങൾക്ക് വളരെ പരിചിതമുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞൊരു പാഠഭാഗത്തെയാണ് മീനോളം. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ദൃശ്യവും ശ്രവ്യവുമായ രണ്ട് ഭാഗങ്ങളും വായിച്ച് മനസ്സിലാക്കുക. എങ്ങനെയാണത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഹ്രസ്വചിത്രം തയ്യാറാക്കുക. ഇഷ്ടമുള്ള ഒരു ആശയം അടിസ്ഥാനമാക്കി ദൃശ്യവും സംഭാഷണവും എഴുതി ഒരു ഹ്രസ്വചിത്രം തയ്യാറാക്കുക. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഹ്രസ്വചിത്ര പ്രദർശനം സ്കൂളിൽ സംഘടിപ്പിക്കുക. സ്കൂളിൽ സംഘടിപ്പിക്കുന്ന വീഡിയോ പ്രദർശനത്തിൻ്റെ പ്രചാരണത്തിനായി നോട്ടീസ്, ബ്രോഷർ എന്നിവ തയ്യാറാക്കി സ്കൂൾ നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ അധ്യാപികയുടെ സഹായത്തോടെ വേണ്ടതായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഒരു വിഷയം കണ്ടെത്തി ഒരു ഹ്രസ്വചിത്രം തയ്യാറാക്കുക. ഹ്രസ്വചിത്രത്തിൻ്റെ പ്രദർശനത്തിന് ഒരു നോട്ടീസും തയ്യാറാക്കുക. നോട്ടീസ് താഴെ കൊടുക്കുന്നതാണ്. അടുത്ത ചോദ്യം ഒരു ഫീച്ചർ തയ്യാറാക്കാനാണ്. പാഠപുസ്തകത്തിൽ ലഭിച്ച വിവരങ്ങളുടെയും ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള സങ്കേതങ്ങളുടെയും സഹായത്തോടെ കേരളത്തിലെ ദൃശ്യകലകൾ എന്ന വിഷയത്തിൽ ഫീച്ചർ തയ്യാറാക്കുക. ഇപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? പ്രധാന ആശയങ്ങളെ ഉപാശയങ്ങളായി തിരിക്കണം, ഓരോന്നിനും ഉപശീർഷകം നൽകണം, ആകർഷകമായ ഭാഷയിൽ ലഘുവാക്യങ്ങളായി തയ്യാറാക്കണം, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ചിത്രങ്ങളും നൽകാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിലെ ദൃശ്യകലകൾ എന്ന് ഹെഡിങ് കൊടുക്കുക, തലക്കെട്ടും കൊടുക്കുക. എന്നിട്ട് ദൃശ്യകലകളെക്കുറിച്ചുള്ള ഒരു ചെറു വിവരണമാണ് നിങ്ങൾ എഴുതേണ്ടത്. കേരളം കലകളുടെ കേന്ദ്രമാണ്. കേരളത്തിലെ കലകൾ കേരളത്തിൻ്റെ സംസ്കാരവും തനിമയും വിളിച്ചോതുന്നവയാണ്. അതുമാത്രമല്ല, കേരളത്തിൻ്റെ തനിമയാണ് ആ കലകളിലൂടെ സംവദിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യകലകൾ ഇതൊക്കെയാണ്: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, തെയ്യം, കൂടിയാട്ടം, കൃഷ്ണാട്ടം എന്ന് തുടങ്ങി നിരവധി കലാരൂപങ്ങൾ ഉണ്ട്. അതിൽ ചിലത് മാത്രമാണ് താഴെ കൊടുക്കുന്നത്. ഇനി ഉപശീർഷകമായി കഥകളി എന്നെഴുതുക. അതിന് താഴെ എന്താണ് എഴുതേണ്ടത്? കേരളത്തിൻ്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി. രാമനാട്ടം എന്ന കലാരൂപം പരിഷ്കരിച്ചാണ് കഥകളിയായത്. കഥകളിയിലെ കഥാപാത്രങ്ങൾ പ്രധാനമായും പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുമാത്രമല്ല, 17-18 നൂറ്റാണ്ടുകളായി വികസിതമായ ഈ കലാരൂപം വരേണ്യ വിഭാഗങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നതാണ്. 20-ാം നൂറ്റാണ്ടിൽ മഹാകവി വള്ളത്തോൾ അടക്കമുള്ള ഉൽപ്പതിഷ്ണുക്കളുടെ ഫലമായിട്ട് ഇന്ന് ലോകപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള കലാരൂപമാണ് കേരളത്തിൻ്റെ തനത് കലാരൂപമായ കഥകളി. കഥകളിയിൽ മുദ്രകൾക്കാണ് പ്രാധാന്യമായിട്ട് വരുന്നത്. അടുത്ത ഉപശീർഷകം സബ് ഹെഡിങ് തെയ്യമാണ്. ഉത്തര കേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒന്നാണ്, ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം. തെയ്യത്തിൻ്റെ നർത്തനത്തിന് തെയ്യാട്ടമെന്നും തെയ്യത്തിൻ്റെ വേഷത്തിന് തെയ്യക്കോലമെന്നും അറിയപ്പെടുന്നു. അതുമാത്രമല്ല, പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങളായി വരുന്നത്. മുച്ചിലോട്ട് ഭഗവതി അതിന് ഉദാഹരണമാണ്. കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിക്കാറുണ്ട്. അതിനൊരു ഉത്തമോദാഹരണമാണ് കതിവന്നൂർ വീരൻ തെയ്യം. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് തെയ്യമെന്ന് മനസ്സിലാക്കുക. കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ ആവിഷ്കരിച്ച ജനകീയ കലാരൂപമാണ് തുള്ളൽ പ്രസ്ഥാനം. തുള്ളൽ 3 വിധമാണ്: ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ. നിറപ്പകിട്ടാർന്ന വേഷങ്ങൾ അണിഞ്ഞ ഒരു കലാകാരൻ ഒറ്റയ്ക്ക് തുള്ളൽ പാട്ടുപാടി നൃത്തം ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ 3 തുള്ളൽ വിഭാഗത്തിനും വ്യത്യസ്തമായ വേഷവിധാനങ്ങളാണുള്ളത്. നർമ്മവും ആക്ഷേപഹാസ്യവും സാമൂഹിക വിമർശനവുമാണ് ഇതിലൂടെ നമ്പ്യാർ ലക്ഷ്യമാക്കുന്നത്. പുരാണ കഥകളാണ് ഇതിൽ പ്രതിപാദിക്കുന്നതെങ്കിലും അതിൻ്റെ അന്തരീക്ഷവും പ്രകൃതിയും അവിടെയുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ കേരളീയ ശൈലിയിലാണ് നമ്പ്യാർ അവതരിപ്പിക്കുന്നത്.